വാങ്ങിച്ചിട്ട് പുതിയാപ്പളയായിട്ട് ഒരുങ്ങി വരുന്ന യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വമല്ലം യസ്തതി, നിങ്ങളിൽപ്പെട്ട യുവ സമൂഹത്തിന് ആർക്കാണ് പെണ്ണിന് മഹർ വാങ്ങിച്ചു കൊടുക്കാനും ചെലവിന് കൊടുക്കാനും പോക്കറ്റിൽ കാശില്ലാത്തവൻ, സാമ്പത്തിക ശേഷിയില്ലാത്തവൻ, ഫഅലൈഹി അസ്സൗം, അവൻ നോമ്പ് പിടിക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കിയിട്ട് വിവാഹം ചെയ്യുന്നത് ജൂതന്റെ സംസ്കാരമാണ്. സൗന്ദര്യത്തെ മാത്രം മാനദണ്ഡമാക്കി വിവാഹം ചെയ്തു കൊടുക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിന്റെ സ്വഭാവമാണ്. കുലമഹിമ നോക്കിയിട്ട്, ഗോത്രം നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട് വിവാഹം ചെയ്ത് പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് അത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മുസ്ലിമേ, നിന്റെ സംസ്കാരം എന്തെന്നറിയുമോ? പെണ്ണിന്റെ ദീൻ നോക്കിയിട്ട് നീ നിക്കാഹ് ചെയ്യണം. എങ്കിൽ ആ പരിശുദ്ധമായ ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്താൽ നീ വിജയിച്ചവനാണ്, വിജയിച്ചവനാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മകൻ പ്രേമിച്ചത് ഒരു ഹൈന്ദവ സ്ത്രീയാണ്, ബൗദ്ധ ആരാധകയായ പെണ്ണിനെയാണ്, അമുസ്ലിമായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ നിങ്ങളുടെ മകനെ നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത്. അവൾ ഈമാനിലേക്ക് വരുന്നത് വരെ. എന്തുകൊണ്ടെന്നറിയുമോ? ബഹുദൈവ ആരാധനയായ ഒരു പെണ്ണ്, അവൾ എത്രത്തോളം നിനക്ക് ദോഷമുണ്ടാക്കിയാലും കൊള്ളാം, വലവാജപക്കും, അവളുടെ സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, അവളുടെ സൗന്ദര്യം നിനക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, അവളുടെ സാമ്പത്തിക സ്രോതസ് നിന്നെ സ്വാധീനിച്ചാലും കൊള്ളാം, അവളുടെ വിദ്യാഭ്യാസം നിന്നെ സ്വാധീനിച്ചാലും കൊള്ളാം. യുവ സമൂഹമേ, അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ, നിങ്ങൾ ഒരിക്കലും ആ ബൗദ്ധൈവ വിശ്വാസിയായ പെണ്ണിന് സത്യവിശ്വാസിയായ നിന്റെ മകന് കെട്ടിച്ചു കൊടുക്കരുത്. إلا بدينه فلا تترك التقوى اتكالا على النسب لقد رفع الإسلام سلمان فارسي وقد وضع الشرك نسيب أبا لهب. ഏത് സംസ്കാരമാണ് തന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഒരു ചെറുക്കനൊരു പെണ്ണ് സ്നേഹിച്ചു, അത് ക്ലാസ്മേറ്റിന്റെ പേരാണെങ്കിൽ ശരി, ഫ്രണ്ട്ഷിപ്പിന്റെ പേരാണെങ്കിൽ ശരി, ഇന്റർനെറ്റ് കൈകാര്യം ചെയ്ത് ചാറ്റും പ്രേമത്തിലൂടെ ആണെങ്കിൽ ശരി, എങ്ങനെയാണെങ്കിൽ ശരി, ഒരു പുരുഷനെ സ്നേഹിച്ചു, ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അവസാനം എന്റെ മാതാപിതാക്കൾ എതിർക്കുന്നു, മഹല്ലുവാസികൾ എതിർക്കുന്നു. അവസാനം ആ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടി വേറെ സ്ഥലത്തേക്ക് പോയി വിവാഹം ചെയ്യുന്നുവെങ്കിൽ ഈ വിവാഹത്തിന്റെ പേരെന്താണ്? ഈ വിവാഹം ആരുടെ സംസ്കാരമാണ്? പരിശുദ്ധമായ ഖുർആന്റെ വാഗ്ദാനമാണോ? ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളുടെ പ്രലോഭനമാണോ? എന്റെ മുസ്ലിം സമൂഹമേ, നീ ഏതെങ്കിലും തൊഴിലുറപ്പിന്റെ പേരിലോ, അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ പേരിലോ, ഒരു SMS പേരിലോ, അല്ലെങ്കിൽ ചാറ്റിങ്ങിന്റെ പ്രേമിലോ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് നീ ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ ഹബീബായ നബി തങ്ങൾ ശരിയാണ് പിൻപറ്റുന്നത്, നീ ശ്രീകൃഷ്ണന്റെ സുന്നത്തിനാണ് പിൻപറ്റുന്നത്. സ്വന്തം മാതാപിതാക്കളെ കടത്തിയുറക്കിയിട്ട് പാതിരാ നേരത്ത് തനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഉറങ്ങിപ്പോകുന്നത് ഖുർആനിന് പഠിച്ച സംസ്കാരമാണോ? ഹബീബായ നബി തങ്ങൾ സുന്നത്തിന് പഠിച്ച സംസ്കാരമാണോ? നീ ചീഞ്ഞു നടന്ന ചാലിന് പഠിച്ച സംസ്കാരമല്ലേ? സീരിയൽ സംസ്കാരമല്ലേ? റിയാലിറ്റി ഷോ സംസ്കാരമല്ലേ? ഹബീബായ ഞങ്ങൾ പഠിപ്പിച്ചോ? പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിക്കാൻ മാതാപിതാക്കൾക്കും സമയമില്ല. വെക്കേഷൻ സമയത്ത് പോലും മക്കളെ പഠിപ്പിക്കാനും മാതാപിതാക്കൾക്ക് സമയമില്ല. അനുഭവിച്ചുകൊള്ളുക. ഏതെങ്കിലും ഒരു മകളെ കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എഞ്ചിനീയർ കൊണ്ടാക്കി 3ാമത്തെ വർഷമാണ് അവൾ ചാറ്റിംഗ്, ഇന്റർനെറ്റും ചാറ്റിങ്ങിലൂടെ മദ്രാസിൽ കിടക്കുന്ന ഒരു ചെറുക്കനെ പ്രേമിച്ചിട്ട് തൂങ്ങിച്ചാവുന്നെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ സംസ്കാരമല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന സമൂഹമേ, മക്കൾക്ക് സയൻസിലോ സാമൂഹ്യ പാഠത്തിലോ മാർക്ക് കിട്ടിയാൽ സന്തോഷിക്കുന്ന സമൂഹമേ, മക്കൾക്ക് ഇന്റർനെറ്റിൽ എത്രത്തോളം പ്രാവീണ്യതയുണ്ടോ അതിൽ സന്തോഷിക്കുന്ന സമൂഹമേ, നാം ചിന്തിക്കണം. അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ സമൂഹമേ, മനുഷ്യ സമൂഹമേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത്
ഭാഗത്തു നിന്നുമുള്ള ഉപദേശം വന്നിരിക്കുകയാണ്, ഉത്ബോധനം വന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനാകുന്ന ഉത്ബോധനം. മയക്കുമരുന്നിന് അടിമയാകുന്ന മോനോട്, മോനെ ഇത് ഹറാമാണ്, ഇത് പിശാചിന്റെ മ്ലേച്ഛമായ പ്രവണതയിൽപ്പെട്ടതാണെന്ന് ഘോഷിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പാൻപരാഗ് വായിലേക്ക് തെറ്റിയിടുന്ന മകനോട് ഖുർആൻ പറയുന്നത്, ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ, മോനെ പൊല്ലുമോനെ, ഈ ലഹരി പദാർത്ഥം നിന്റെ വായിലേക്ക് ഇടല്ലേ, ഇത് പിശാചിന്റെ പ്രവണതയാണ്, മോശമായ പ്രവണതയാണ്, മോനെ ചെയ്യല്ലേ. ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്ന പിഞ്ചുമ യുവാക്കളോട്, യുവതികളോട് പരിശുദ്ധമായ ഖുർആൻ ഉപദേശിക്കുകയാണ്, മോനെ ഈ ലോട്ടറി പിശാചിന്റെ പ്രവണതയാണ്, മ്ലേച്ഛമായ പ്രവണതയാണ്, ചെയ്തു പോകരുത്, ചെയ്തു പോകരുത്. അത് ഹൽ അൻതും മുൻതഹൂൻ, ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ആ യുവാക്കളോട്, യുവതികളോട് പരിശുദ്ധമായ ഖുർആൻ ഉത്ബോധനമുണ്ടെങ്കിൽ ചെയ്യുന്നത്.